ഇന്ത്യൻ അതിർത്തികൾ ഇന്ന് മുമ്പത്തെക്കാളും സുരക്ഷിതമാണ്. ഇങ്ങനെ ഉറപ്പിച്ചു പറയാൻ വ്യക്തമായ കാരണങ്ങളുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിർത്തികളിൽ ഇന്ത്യൻ സൈന്യം നടത്തിവരുന്ന അതീവ തീവ്രമായ സൈനിക അഭ്യാസങ്ങളാണ് ഇതിന്റെ പ്രധാന തെളിവ്. പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള മേഖലകളിലും കാശ്മീരിലെ നിയന്ത്രണ രേഖയിലും നമ്മുടെ ജവാന്മാർ ഇന്ന് പകൽ വെളിച്ചത്തിൽ എന്ന പോലെ രാത്രിയിലും അതീവ ജാഗ്രതയിലാണ്. അത്യാധുനിക ഡ്രോണുകൾ മുതൽ വിനാശകാരികളായ മിസൈലുകൾ വരെ അണിനിരത്തിക്കൊണ്ട് സൈന്യം നടത്തുന്ന ഈ കരുത്തുറ്റ പ്രകടനം ശത്രു രാജ്യങ്ങൾക്കുള്ള കൃത്യമായ മുന്നറിയിപ്പാണ്. ഭാരതത്തിന്റെ സുരക്ഷാ കവചം എത്രത്തോളം ശക്തമാണെന്നും ഏത് തരത്തിലുള്ള വെല്ലുവിളികളെയും തത്സമയം നേരിടാൻ രാജ്യം സുസജ്ജമാണെന്നും വ്യക്തമാക്കുന്ന ഈ നീക്കങ്ങൾക്ക് പിന്നിലെ തന്ത്രപ്രധാനമായ കാരണങ്ങൾ എന്താണ് നമുക്ക് നോക്കാം. ആധുനിക യുദ്ധങ്ങളിൽ ഡ്രോണുകൾ വലിയ ഭീഷണിയാണെന്ന് നമുക്കറിയാം. റഷ്യ യുക്രൈൻ യുദ്ധവും മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളും ഇതിന് ഉദാഹരണങ്ങളാണ്. ഇത് കണക്കിലെടുത്ത് ഇന്ത്യൻ സൈന്യം തങ്ങളുടെ ഡ്രോൺ പോരാട്ട വീര്യം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഡ്രോണുകൾ ഉയർത്തുന്ന ഭീഷണി നേരിടാൻ അതിശക്തമായ സജ്ജീകരണങ്ങളാണ് ഇന്ത്യൻ സൈന്യം ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമാണ് നെറ്റ്വർക്ക്ഡ് എയർ ഡിഫൻസ് സംവിധാനം. കേവലം തോക്കുകൾ ഉപയോഗിച്ച് വെടിവെച്ചിടുക എന്നതിലുപരി അത്യാധുനിക റഡാറുകളും സെൻസറുകളും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ശത്രു ഡ്രോണുകളുടെ സാന്നിധ്യം നിമിഷങ്ങൾക്കുള്ളിൽ കണ്ടെത്താനും അവയെ തകർക്കാനും ഈ സംവിധാനം സൈന്യത്തെ പ്രാപ്തമാക്കുന്നു. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത D4 കൗണ്ടർ ഡ്രോൺ സിസ്റ്റം. ഡ്രോൺ ഡിറ്റക്ട്, ഡിറ്റർ ആൻഡ് ഡിസ്ട്രോയ് എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഈ സംവിധാനം ഇലക്ട്രോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ശത്രു ഡ്രോണുകളുടെ ആശയവിനിമയ ബന്ധം വിച്ഛേദിക്കുകയും അവയെ പാതി വഴിയിൽ നിർവീര്യമാക്കുകയും ചെയ്യുന്നു. ചെറിയ ഡ്രോണുകളെ പോലും കൃത്യമായി പ്രതിരോധിക്കാൻ കഴിയുന്ന ഇത്തരം സാങ്കേതിക വിദ്യകൾ ഇന്ത്യയുടെ അതിർത്തി സുരക്ഷയ്ക്ക് ഒരു പുതിയ കരുത്താണ് പകരുന്നത്. ഇന്ത്യയുടെ ആയുധപുരയിലെ തദ്ദേശീയമായ കരുത്താണ് ഈ സൈനികാഭ്യാസങ്ങളിലെ പ്രധാന ആകർഷണം. ഇതിൽ ഏറ്റവും നിർണായകമായ ഒന്നാണ് മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ. ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ സംവിധാനത്തിന് 70 കിലോമീറ്റർ ദൂരപരിധിയുള്ള ശത്രു വിമാനങ്ങളെയോ ഡ്രോണുകളെയോ മിസൈലുകളെയോ ആകാശത്ത് വെച്ച് തന്നെ കൃത്യമായി തകർക്കാൻ ശേഷിയുണ്ട്. അത്യാധുനികമായ ഈ പ്രതിരോധ സംവിധാനങ്ങൾക്കൊപ്പം തന്നെ കാലപ്പഴക്കം ചെന്നെങ്കിലും ഇന്നും കരുത്തുറ്റ Su-23 വിമാന വിരുദ്ധ തോക്കുകളെയും സംയോജിപ്പിച്ചുകൊണ്ടാണ് സൈന്യം പരിശീലനം നടത്തുന്നത്. പഴയതും പുതിയതുമായ ഇത്തരം ആയുധങ്ങളെ ഒരേ ലക്ഷ്യത്തിലേക്ക് ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ഏത് സാഹചര്യത്തിലും ശത്രുവിന്റെ വ്യോമാക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാനും അതിർത്തികളിൽ സുരക്ഷാ കവചം തീർക്കാനും ഇന്ത്യൻ സൈന്യത്തിന് സാധിക്കുന്നു. കാശ്മീരിലെ രജൌരി, പൂഞ്ച് മേഖലകളിൽ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ വൈറ്റ് നൈറ്റ് കോർപ്സ് അതീവ ജാഗ്രതയോടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ആകാശത്ത് ഡ്രോണുകളും ഭൂമിയിൽ അത്യാധുനിക തെർമൽ സെൻസറുകളും ഉപയോഗിച്ച് അതിർത്തികളിൽ 24 മണിക്കൂറും വിട്ടുപോകാതെ നിരീക്ഷണം ഉറപ്പാക്കുന്നുണ്ട്. ശത്രുവിന്റെ ഏതൊരു ചെറിയ ചലനവും നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചറിയാനും അതിവേഗത്തിൽ തിരിച്ചടിക്കാനും സജ്ജമായ ക്വിക്ക് റെസ്പോൺസ് ടീമുകളെയാണ് ഈ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നത്. ഭിംബർഗലി പോലുള്ള തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ അടുത്തിടെ ഉണ്ടായ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളെ അതിശക്തമായി പരാജയപ്പെടുത്തിയതിലൂടെ ഏതു വെല്ലുവിളിയെയും നേരിടാനുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തും നിശ്ചയദാർഢ്യവുമാണ് ഒരിക്കൽ കൂടി വ്യക്തമാകുന്നത്. ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് ഇന്ന് ആർമി മാത്രമല്ല, നേവിയും എയർഫോഴ്സും ഒത്തൊരുമയോടെ കൈകോർക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. രാജസ്ഥാനിലെ ചുട്ടുപൊള്ളുന്ന മരുഭൂമികൾ മുതൽ ഗുജറാത്തിലെ തന്ത്രപ്രധാനമായ സിർക്രീക് തണ്ണീർത്തടങ്ങൾ വരെ നീളുന്ന മേഖലകളിൽ വമ്പിച്ച സംയുക്ത സൈനിക അഭ്യാസങ്ങളാണ് നടക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് 20,000-ലധികം സൈനികർ അണിനിരുന്ന എക്സസൈസ് ത്രിശൂൽ ആണ്. ഭാരതത്തിന്റെ അഭിമാനമായ അർജുൻ ടാങ്കുകളും ആകാശത്ത് കരുത്തു കാട്ടുന്ന സുഖോയ് വിമാനങ്ങളും ഈ അഭ്യാസ പ്രകടനങ്ങളിൽ അണിനിരുന്നു. കര, വ്യോമ, നാവികസേനകളുടെ ഈ അസാമാന്യ ഏകോപനം ലോകത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഇന്ത്യയുടെ അതിർത്തികളിൽ കണ്ണുവയ്ക്കുന്ന ഏതൊരു ശക്തിയെയും ഏത് ഭൂപ്രകൃതിയെയും നേരിടാൻ രാജ്യം സജ്ജമാണെന്നും ശത്രുക്കൾക്ക് ഇവിടെ രക്ഷയുണ്ടാകില്ല എന്നുമുള്ള ഉറച്ച പ്രഖ്യാപനമാണ്. സമാധാനത്തിന് മുൻഗണന നൽകുന്ന രാജ്യമാണ് ഇന്ത്യ. എന്നാൽ രാജ്യത്തിന്റെ സുരക്ഷയുടെയും പരമാധികാരത്തിന്റെയും കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ല. അത്യാധുനികമായ സാങ്കേതിക വിദ്യയും ലോകം ആദരിക്കുന്ന നമ്മുടെ ധീരരായ സൈനികരുടെ അസാമാന്യ പോരാട്ട വീര്യവും ഒത്തുചേരുമ്പോൾ ഏതൊരു വെല്ലുവിളിയെയും അതിജീവിക്കാൻ ഭാരതം ഇന്ന് സുസജ്ജമാണ്. മാറ്റുരയ്ക്കാനാവാത്ത ഈ കരുത്ത് ഓരോ ഭാരതീയനും നൽകുന്നത് വലിയൊരു ആത്മവിശ്വാസമാണ്.